ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഴുത്ത പഴം വെച്ചിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പഴം ഇടിയപ്പം, പഴം നൂൽപുട്ട് എന്നൊക്കെ പറയാം. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നൂൽപുട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള നമ്മുടെ പഴം വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന നൂൽപുട്ട് എങ്ങനെ റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രത്തോളം പഴുത്തിട്ടുള്ള പഴം എടുക്കണോ അത്രയും നമ്മുടെ ഈ സ്നാക്സിന് നമുക്ക് ടേസ്റ്റ് കൂടും. അപ്പം ഈ സ്നാക്സ് റെഡിയാക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ തന്നെ പഴുത്തിട്ടുള്ള പഴം എടുക്കുന്നതാണ് കൂടുതൽ നമ്മുടെ ഈ സ്നാക്സിന് ടേസ്റ്റ്. ഇതുപോലെ പുറമൊക്കെ കറുത്തിട്ടുള്ള പഴം എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പഴം ഒന്ന് ആവി കയറ്റിയെടുക്കുക. നമ്മൾ ആവി കയറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ നൂൽപുട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ പഴം അങ്ങ് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് 2-3-4 മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നല്ലതുപോലെ തന്നെ പഴുത്തിട്ടുള്ള പഴം ആവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ തൊലി ഇതുപോലെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് പഴം മാത്രം ഇതുപോലെ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ പഴത്തിൻ്റെയും തൊലി ഇതുപോലെ മാറ്റിയിട്ട് നമുക്കിതുപോലെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് റെഡിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ പഴത്തിൻ്റെ നടുകയുള്ള ആ കറുപ്പ് സാധനം നമുക്കങ്ങ് മാറ്റി കൊടുക്കുക. അത് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് നടുഭാഗം അങ്ങ് പൊളിച്ചിട്ട് നമുക്കിതുപോലെ ഈ കറുപ്പ് കളറിൽ കാണുന്ന ആ ഭാഗം നമുക്കങ്ങ് ഒഴിവാക്കി എടുക്കാം. അത് നമുക്കിതുപോലെ തന്നെ നടുക അങ്ങ് കട്ട് ചെയ്തെടുത്താൽ നമുക്കിതുപോലെ ഒരു കത്തി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് എല്ലാ പഴത്തിൻ്റെയും കറുത്ത ഭാഗം ഇതുപോലെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. നമ്മൾ എല്ലാ പഴത്തിൻ്റെയും ആ നടുവിലുള്ള കറുപ്പ് ഭാഗം നമ്മൾ ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ പഴം മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ചില മിക്സിയിൽ ഇതുപോലെ വെള്ളം ചേർക്കാതെ അരഞ്ഞ് കിട്ടൂല എന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നമ്മുടെ പഴം നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലെന്തെങ്കിലും വെച്ചിട്ട് കുത്തി അടിച്ചെടുത്താലും മതി. പക്ഷെ നല്ലതുപോലെ അരഞ്ഞ് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നൂൽപുട്ടൊക്കെ റെഡിയാക്കുന്ന പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ കയ്യിലുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പഴത്തിൻ്റെ ആ നനവ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ തന്നെ ഇത് കയ്യിലൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂണ് അരിപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2-3 സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എത്രത്തോളം നമുക്ക് പഴത്തിൻ്റെ നനവിനനുസരിച്ചിട്ട് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇതാണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നൂൽപുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടാണ് നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് നമ്മുടെ നൂൽപുട്ട് റെഡിയാക്കുന്ന അച്ചിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
നമ്മുടെ നൂൽപുട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അരിപ്പൊടി എടുക്കുന്നതിൻ്റെ അളവ് നമ്മുടെ പഴത്തിന് നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് കുഴക്കുന്നത് അറിയാമല്ലോ, ആ ഒരു പരുവം കിട്ടുന്ന വരെ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ ഇതുപോലെ വായിൽ വെച്ച് കൊടുക്കാം. വായിലിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ നൂൽപുട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് പീച്ചി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വായിൽ തന്നെ ചെയ്തെടുക്കണം എന്നില്ല. നമുക്ക് ഇഡ്ഡലി ചുടുന്ന തട്ടിലോ നമ്മൾ നൂൽപുട്ട് റെഡിയാക്കുന്ന തട്ടിലോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് വാഴൻ്റെ ഇലയിൽ ചെയ്തെടുക്കുന്നു എന്നുള്ളൂ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചുട്ടെടുക്കേണ്ടതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ വാഴയില വെച്ചിട്ട് ഇതുപോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചുട്ടെടുക്കുന്നതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വാഴയിലയിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്കിതെല്ലാം ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കുകൊണ്ടു. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് തന്നെയാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. ചിലപ്പോൾ നമുക്ക് പഴം പഴുപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുപോലെ കുട്ടികൾക്ക് നൂൽപുട്ടൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ സിമ്പിളായിട്ട് തന്നെ കഴിക്കും. നമുക്ക് ആ തൊലി കറുത്തിട്ടുള്ള പഴമൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ അങ്ങനെ തോന്നൂലല്ലോ. അപ്പോൾ നമുക്കിതുപോലെ നൂൽപുട്ടൊക്കെ റെഡിയാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ട് തന്നെ കഴിക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇനി മുഴുവനായിട്ടും നമുക്കിതുപോലെ അങ്ങ് പരത്തി കൊടുക്കാം. ഇതുപോലെ അങ്ങ് പീച്ചി കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാതും ഇതുപോലെ ഞാൻ വാഴൻ്റെ ഇലയിൽ തന്നെയാണ് ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആവിക്കാണത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ വേവിച്ചെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ തട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലൂടെ നമുക്ക് നമ്മുടെ ഇടിയപ്പം ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് ആവി കയറ്റിയിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ഞാനിപ്പോൾ 4 എണ്ണം ഒരുമിച്ചിട്ടിട്ടാണ് ഇതുപോലെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വെച്ചാൽ മതി. നമ്മൾ സാധാരണ നൂൽപുട്ട് റെഡിയാക്കുന്ന ആ ടൈം മാത്രം മതി ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം, വെന്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കിയാൽ കയ്യിലൊട്ടി പിടിക്കുന്നൊന്നുമില്ലെങ്കിൽ നല്ലതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടെ വേവിച്ചെടുക്കാണ്ട് അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാ നൂൽപുട്ടും ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു നൂൽപുട്ട് തന്നെയാണിത്. നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴം വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള നൂൽപുട്ട് അഥവാ ഇടിയപ്പം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.